അയ്യോ നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ശനിയാഴ്ചയാണ്, ക്ലാസ്സും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നൊരു സാഹചര്യത്തിൽ എനിക്ക് തോന്നി സേഫ്റ്റി ടെക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നൊരു സ്ഥാപനം ഞാൻ മനസ്സിലാക്കിയത് വെച്ചിട്ട് കുറേ അധികം ക്വാളിറ്റി ഉള്ള കുറേ കാര്യങ്ങൾ, വാല്യുബിൾ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഓരോ വ്യക്തികൾക്കും നൽകുന്നുണ്ട്. പക്ഷേ നൽകുന്നതൊന്നും പലരും അറിയുന്നില്ല എന്നുള്ളത് എനിക്ക് ഫീൽ ചെയ്തു. ഇപ്പോൾ പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും, ഇപ്പോൾ ഞാൻ മുമ്പ് പഠിച്ചിട്ടുള്ള പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഇല്ലാത്ത കാര്യങ്ങളെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് ബിസിനസ് പിടിക്കുന്ന അല്ലെങ്കിൽ കുറേ സ്റ്റുഡൻസിനെ പിടിക്കുന്ന കുറേ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. അതിനെ അപേക്ഷിച്ചിട്ട് കൊടുക്കുന്നത് ആരും അറിയുന്നില്ല. അതുകൊണ്ട് ഇതിൻ്റെ വാല്യൂ പലരും മനസ്സിലാക്കാതെ പോകുന്നു. ഈ ഒരു അവസരം പലരും മനസ്സിലാക്കാതെ പോകുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എൻ്റെ വീഡിയോ കാണുന്ന ഓരോ വ്യക്തികളും നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഉപകാരപ്പെടും എന്നുണ്ടെങ്കിൽ അങ്ങനെ ആകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. എൻ്റെ കൂടെ ഇപ്പോൾ ഈ ഒരു വീഡിയോയിലുള്ളത് നമ്മുടെ സേഫ്റ്റി ടെക് മാനേജ്മെൻറ്റിനെ മുമ്പോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്ന എക്സ്പെർട്ടായിട്ടുള്ള വ്യക്തികളാണ്. നമുക്ക് ഓരോരുത്തരെയും പരിചയപ്പെടാം. ഹായ് മാം. മാമിൻ്റെ പേര് അതുപോലെ തന്നെ മാമിനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യും. തീർച്ചയായിട്ടും. ഞാൻ ഡോക്ടർ ആശ, കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ് ആണ്. ഏകദേശം ഒരു 15 വർഷക്കാലമായി സേഫ്റ്റി ടെക് മാനേജ്മെൻറ്റിൽ HSC കൺസൾട്ടൻറ്റും HSC ട്രെയിനറും ഒക്കെ അക്കാദമിക് ഹെഡും ഒക്കെ ആയിട്ട് വർക്ക് ചെയ്തു വരുന്നു. ഓക്കെ, അടുത്തത്. എൻ്റെ പേര് അനാമി. ഞാനിവിടെ 1 year ago ആയിട്ട് HSC ട്രെയിനറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സർ. ഓക്കെ, എൻ്റെ പേര് ലിജേഷ് ആണ്. ഞാൻ നിയർ അബൌട്ട് 15 വർഷമുള്ള ഈ ഫീൽഡിലുണ്ട്. ഓക്കെ, പല ഇൻഡസ്ട്രിയിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ലൈക്ക് ഓയിൽ ആൻഡ് ഗ്യാസ്, കൺസ്ട്രക്ഷൻ, പല മേഖലയിലും. അറ്റ് പ്രസന്റ് ഞാനിപ്പം സേഫ്റ്റി ടെക് മാനേജ്മെന്റ് സീനിയർ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ട്രെയിനറായിട്ട് വർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് സേഫ്റ്റി ടെക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഈ ഒരു വലിയ സ്ഥാപനത്തിൽ നയിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ്, ചില്ലറക്കാരല്ല. അപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ഇവരുമായിട്ടൊന്ന് സംസാരിക്കണമെന്നുണ്ട്. അതായത് ഈ ഒരു സേഫ്റ്റി ടെക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന സ്ഥാപനത്തിന് അതിൻ്റെ തുടക്കകാലം മുതൽ അല്ലെങ്കിൽ കുറേ കാലമായിട്ട് ഈ ഒരു ഫീൽഡിൽ അല്ലെങ്കിൽ ഈ ഒരു സ്ഥാപനത്തിനെ നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ എന്താണ് സേഫ്റ്റി ടെക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം മറ്റുള്ളവർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് എന്താണ്? ഇത് പറഞ്ഞ പോലെ ഒരു 35 വർഷക്കാലമായി, ഇത് 35ാം വാർഷികം നമ്മൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു വർഷം. 1989 ഡോക്ടർ ബി ജയപ്രകാശ് സാറ് ഇത്തരത്തിലൊരാശയം സ്റ്റാർട്ട് ചെയ്ത് ഇന്ന് എനിക്ക് തോന്നുന്നു ആയിരക്കണക്കിനല്ല 10,000-കണക്കിന് ആളുകളുടെ അല്ലെങ്കിൽ കുടുംബങ്ങൾക്ക് വിജയിക്കാൻ അല്ലെങ്കിൽ കുടുംബങ്ങൾക്ക് നല്ല രീതിയിൽ അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ സഹായകമായ ഒരു സ്ഥാപനം എന്നാണ് ഒറ്റ വാക്കിൽ എനിക്ക് പറയാൻ കഴിയുന്നത്. നമ്മളിതൊരു കേവലം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ളൊരു രീതിയിൽ മാത്രമല്ല, കേരളത്തിലെ വിവിധ സ്ഥാപനങ്ങളുടെ സേഫ്റ്റി വർക്കുകൾ ഏറ്റെടുത്ത് നടത്തുന്ന കമ്പനികളും കൂടി ജയപ്രകാശ് സാർ ആദ്യം സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷമാണ് അതുപോലെയുള്ള പ്രൊഫഷണൽസിനെ എന്തുകൊണ്ട് നമുക്ക് വാർത്തെടുത്തുകൂടാ എന്നുള്ള സാറിൻ്റെ ആ ചിന്താഗതിയിൽ നിന്നാണ് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ന് കാണുന്ന ഈ പ്രൗഢിയോടുകൂടി ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയത്. അപ്പോൾ അതിൻ്റെ ഒരു പാർട്ടാവാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. മാത്രമല്ല, കേവലം ഒരു മാസം കൊണ്ട് ഇന്ന് നമുക്കറിയാം ഒരു സ്മാർട്ട് യുഗമാണ്. ആർക്കും ഇന്നത്തെ യുവതലമുറയ്ക്ക് ഒന്നിനും സമയമില്ല, എല്ലാവരും ഹരിബറിയാണ്. അപ്പോൾ അതിനിടയിൽ 1 വർഷക്കാലമൊക്കെ പഠിക്കുക അല്ലെങ്കിൽ 2 വർഷക്കാലം പഠിക്കുക എന്നൊക്കെ പറയുമ്പോൾ തന്നെ അതിനോടൊരു മടുപ്പ് തോന്നുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ കേവലം ചുരുങ്ങിയ ഒറ്റ മാസം കൊണ്ട് അവരുടെ ജീവിതത്തിൻ്റെ ആ ഒരു സ്റ്റാൻഡേർഡ് തന്നെ മാറ്റി അവരൊരു പ്രൊഫഷണൽ തലത്തിലേക്ക് ചേഞ്ച് ആക്കി, അതെല്ലാ തലത്തിലും മാറ്റി അവരൊരു എക്യുപ്ഡ് ആക്കി ജോലിയിലേക്ക് കയറ്റുന്ന ഒരു കാര്യമാണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൃത്യമായ ഒരു ഗൈഡിങ് സെൻറ്റർ കൂടിയാണ് സേഫ്റ്റി ടെക് മാനേജ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ അടുത്തതായിട്ട് സാറിനോടാണ്. ഇപ്പോൾ ഇവിടെ വരുന്ന ഓരോ സ്റ്റുഡൻസിനെയും ഈ ഒരു മേഖലയിലേക്ക് അതിൽ എക്സ്പേർട്ട് ആക്കിക്കൊണ്ട് മുമ്പോട്ട് എത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. അതിൻ്റെ പിന്നിൽ വലിയൊരു കൈ സാറിൻ്റെ തന്നെയാണ്. അപ്പോൾ സാറിനെ സംബന്ധിച്ച് സാർ ഇതിനു മുമ്പ് പല മേഖലകളിൽ വർക്ക് ചെയ്തതാണ്. അതായത് സേഫ്റ്റി പ്രൊഫഷണലായിട്ട് പല ഇൻഡസ്ട്രികളിലും വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് അല്ലെങ്കിൽ ഇവിടെ നമ്മൾ പഠിപ്പിച്ചിറക്കുന്ന ഓരോ സ്റ്റുഡൻറ്റിനെയും കാണുമ്പോൾ സാറിന് എന്താണ് ഫീൽ ചെയ്യാറുള്ളത്? അല്ലെങ്കിൽ ആ ഒരു വ്യത്യാസം, ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റിനെ നമ്മൾ എക്സ്പേർട്ടായിട്ട് ഇറക്കുന്നു, ആ ഒരു ഫീലിംഗ് എന്താണ് സാറിന്? ഫസ്റ്റ് ഓഫ് ഓൾ എന്ന് പറയുമ്പം സേഫ്റ്റി ഞാൻ എല്ലാവരോട് പറയുന്നതാണ്, ഇറ്റ്സ് എ കോമൺ സെൻസ്. ഓക്കെ, ഇറ്റ്സ് എ കോമൺ സെൻസ് ഫസ്റ്റ് ഓഫ് ഓൾ. അപ്പം നമ്മുടെ ഇവിടെ പഠിപ്പിക്കുന്ന സിലബസ് എന്ന് പറയുമ്പോൾ ഇൻഡയറക്റ്റോ ഇൻഡയറക്റ്റ് ആയിട്ടോ നമ്മുടെ ലൈഫിൽ ഓൾറെഡി ലിങ്ക്ഡ് ആണ്. ഓക്കെ, അപ്പോൾ ഈ സാധനം എല്ലാ സ്റ്റുഡൻറ്റിനകത്ത് ഓൾറെഡി ഉണ്ട്. ഓക്കെ, നമ്മളെന്താ ചെയ്യുന്നത്, ഓരോ സ്റ്റുഡൻറ്റ് ഇവിടെ വരുമ്പോൾ തന്നെ ഇവർ പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വരുന്നത്. പല ഫീൽഡിൽ വർക്ക് ചെയ്ത ആളായിരിക്കും, ചില ഫ്രഷർ ആയിരിക്കും, ചില പല സ്ഥാപനത്തിലും പഠിച്ച സ്റ്റുഡൻസും ആയിരിക്കും. ഓക്കെ, അപ്പം എങ്കിൽ പോലും സർട്ടിഫിക്കറ്റ്സ് കാണും, പക്ഷേ നോളജ് കാണും. നമ്മൾ ബേസിക്കായിട്ട് ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ നമ്മൾ നേരത്തെ പറഞ്ഞു, ഞാൻ നേരത്തെ 15 years ഓഫ് ഈ ഫീൽഡ് എക്സ്പീരിയൻസ് ജോലി ചെയ്ത ആളാണ്. അപ്പോൾ പല ഇൻഡസ്ട്രിയിൽ എന്തൊക്കെ ടോപ്പിക്സ് നടക്കുന്നത്, ഇവിടെ എന്തൊക്കെ വർക്കാണ് ഇവിടെ നടക്കുന്നത്, അത് മെർജ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇവിടെ സിലബസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബട്ട് നാച്ചുറലി ഇപ്പം കൺസ്ട്രക്ഷൻ സേഫ്റ്റി ഇവിടെ പഠിക്കാൻ പറ്റും, ഒരു സുഖമായിട്ട് കൺസ്ട്രക്ഷനിൽ പോകാൻ പറ്റും,
ഓയിൽ ആൻഡ് ഗ്യാസ് പഠിക്കണമെങ്കിൽ അത് തന്നെ ഇവിടെ പഠിപ്പിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ അവിടെ എന്തൊക്കെയാണ് വർക്ക് വരുന്നത് അതിൻ്റെ ബേസ് ചെയ്താണ് ഇവിടെ പ്രാക്ടിക്കലി ഇവിടെ കൂടുതൽ ഇവിടെ പഠിപ്പിക്കുന്നത്. കൂടുതൽ നമ്മുടെ ഇവിടെ സെക്ഷൻ 99.99% പ്രാക്ടിക്കൽ സെക്ഷൻസ് ഇവിടെ പോകുന്നത്. അതായത് നമ്മുടെ ഈ ഒരു കോഴ്സ് കഴിഞ്ഞാൽ സേഫ്റ്റി എവിടെയൊക്കെ ഉണ്ടോ, ഏതൊക്കെ മേഖലയിലുണ്ടോ അവിടെ സേഫ്റ്റി പ്രൊഫഷണലായിട്ട് വർക്ക് ചെയ്യാവുന്ന തരത്തിലാണ് ഇവർ മോൾഡ് ചെയ്ത്. അത് ഇങ്ങനെ ഒരു കേവലം ഓയിൽ ആൻഡ് ഗ്യാസ് ഫീൽഡിൽ മാത്രം, അല്ലെങ്കിൽ കൺസ്ട്രക്ഷനിൽ മാത്രം, അല്ലെങ്കിൽ ഓഫ്ഷോറിൽ മാത്രം അങ്ങനെ ഒതുക്കുന്നില്ല. ഫയർ ആൻഡ് സേഫ്റ്റി അത് മാത്രം അങ്ങനല്ല, ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് അല്ലെങ്കിൽ എല്ലാത്തിന്റെയും എന്താ പറയുക സത്ത് എടുത്താണ് ഇവരെ പഠിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സേഫ്റ്റി പ്രൊഫഷണൽസ് ആയിട്ട് ഈ എല്ലാ മേഖലയിലും ഇവർക്ക് വർക്ക് ചെയ്യാനുള്ള കോൺഫിഡൻസ് ലെവലും നോളജും സപ്പോർട്ട് സർവീസസുകളും കൊടുത്താണ് നമ്മൾ വരുന്നത്. അതെ, അത് ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ ഇവിടെ പഠിച്ച ഒരു സ്റ്റുഡന്റ് തന്നെയാണ്. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് ഒരു 1 year ഫയർ ആൻഡ് സേഫ്റ്റി 1 year ഡിപ്ലോമ ഞാൻ ചെയ്തൊരു വ്യക്തിയാണ്. 1 yearന്റെ 1 year ഒക്കെ പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരുടെ വിചാരം ഒരു വർഷം ഇരുന്ന് പഠിച്ചു, അപ്പോൾ ആ ഒരു ഇതിനെക്കുറിച്ച് തറവായിട്ട് ഉണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഐഡിയ ഉണ്ടാവും. നമുക്കല്ലേ അറിയുള്ളൂ എന്തെങ്കിലും. എനിക്ക് ഒരു ഐഡിയ ഇല്ല. ഈ ഒരു സത്യം പറഞ്ഞാൽ ഫയർ ആൻഡ് സേഫ്റ്റി പഠിച്ചിട്ട് എന്ത് ജോലിക്ക് പോകുന്നവനാണെന്ന് പോലും എനിക്ക് അറിയില്ല. കാരണം ആ സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു കാര്യമുണ്ട്, വലിയ വാല്യൂ നമ്മൾ ഇതിന് കൊടുത്തിട്ടില്ല. എന്താണ് സംഭവം ഞാൻ പഠിക്കുന്നതെന്നുള്ളൊരു കൃത്യമായിട്ടുള്ള ഒരു ക്ലാരിറ്റി നമുക്ക് നമ്മളെ പഠിപ്പിക്കുന്ന ഭാഗത്തു നിന്നാണെങ്കിലും നമുക്ക് കിട്ടണം. എന്നാലേ നമ്മളിപ്പോൾ ഒരു കാര്യത്തിൽ പഠിക്കാൻ ഇറങ്ങുമ്പോഴാണെങ്കിലും നമുക്ക് കിട്ടുള്ളൂ. ഒരു മെൻ്റൽ സപ്പോർട്ടോ അതൊന്നും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിനുശേഷം ഞാൻ ഈ ഒരു എനിക്ക് പലരും വീട്ടിൽ നിന്നാണെങ്കിലും പലരും പറയും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക, അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനിയിൽ നോക്ക്. പഠിച്ചെന്താന്ന് പറഞ്ഞാൽ അല്ലേ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനുള്ള കോൺഫിഡൻസ് കിട്ടുള്ളൂ. അവിടെ ചെന്നിരുന്നുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നുമില്ല. പിന്നെ അതിനുശേഷമാണ് ഞാൻ സീരിയസ് ആയിട്ട് ഈ ഒരു അല്ലെങ്കിൽ ഈ ഒരു മേഖല നോക്കിയാൽ കൊള്ളാമെന്നുള്ളൊരു തോട്ടിൽ ഈ ഒരു സേഫ്റ്റി ടെക് മാനേജ്മെൻറ്റിലേക്ക് എത്തുന്നത്. ഞാനിവിടെ പഠിച്ചതാകെ ഒരു മാസമാണ്. 1 മാസം പഠിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ എനിക്ക് നല്ലൊരു കമ്പനിയിൽ നിങ്ങൾ പ്ലേസ്ഡ് ആക്കി തരികയും ചെയ്തു. ഓൺലൈനാണ് ഞാൻ പഠിച്ചത്, ഓൺലൈൻ ബാച്ചിലായിരുന്നു. അതിനുശേഷം ഇവിടെ വന്നു. ഇവിടെ ഒരു ഓഫ്ലൈനായിട്ട് ഒരു ദിവസത്തെ ക്ലാസ് ഉണ്ടായിരുന്നു. അന്ന് സാറിൻ്റെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ഒരു ഡിഫറൻസ് ഫീൽ ചെയ്തു. കാരണം നമ്മൾ 1 വർഷം പഠിച്ച കാര്യങ്ങൾ എനിക്ക് ഒറ്റ മാസം കൊണ്ട് ഇവിടുന്ന് ക്ലിയർ ചെയ്ത് തന്നു എന്നുള്ളത്. അല്ലെങ്കിൽ ഞാൻ എന്താണ് തീർച്ചയായും എനിക്ക് അതെ പ്രാക്ടിക്കലായിട്ട് 1 ദിവസം ഇവിടെ വന്ന് പ്രാക്ടിക്കലായിട്ടും കുറേ കാര്യങ്ങൾ എനിക്ക് പഠിക്കാൻ പറ്റി, എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. അതിനുശേഷം ഞാൻ വർക്ക് സൈറ്റിലേക്ക് പോയി. ആദ്യമായിട്ട് പോവാണ്. ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. നമുക്കിപ്പോൾ എത്ര പഠിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യത്തെ ഒരു ടെൻഷൻ ഉണ്ടാവും. കാരണം ഞാൻ സെയിൽസ് മാർക്കറ്റിംഗ് ഫീൽഡിലായിരുന്നു. അതിനുശേഷം അതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ ഈ പറയുന്ന വേറൊരു പ്രൊഫഷനിലേക്ക് വരുമ്പോഴത്തേക്കും അതിൻ്റേതായ ഒരു ടെൻഷൻ. പിന്നെ അതിനുശേഷം അവിടെ ചെന്നപ്പോഴത്തേക്കും നമ്മൾ എന്താണെന്നുള്ള പ്രാക്ടിക്കലി നമ്മൾ ചെയ്ത് തന്നെ പഠിക്കണം. അങ്ങനെ പഠിക്കുള്ളൂ. എന്നാൽ കൂടി നമുക്കൊരു ഐഡിയ ഉണ്ട്, ഇത് ഈ സാധനമാണ്, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു കറക്റ്റ് ഒരു ഐഡിയ ഉണ്ടാവും. അതെനിക്ക് കറക്റ്റായിട്ടുണ്ടായിരുന്നു. അതേസമയം ഞാൻ മുമ്പ് പഠിച്ചെടുത്തെന്നാണെന്നുണ്ടെങ്കിൽ ഞാൻ ചെന്ന് കഴിഞ്ഞാൽ A to Z എനിക്ക് കോഴ്സ് പഠിപ്പിച്ച് തരുന്ന പോലെ എൻ്റെ സീനിയർ ആയിട്ടുള്ള വ്യക്തികൾ എനിക്ക് പഠിപ്പിച്ച് തരേണ്ടി വന്നേനെ. അതിന് പോയിട്ട് ഇൻ്റർവ്യൂ പോലും ഞാൻ പാസ്സാവില്ല. അതെങ്കിലും അവിടെ പോയിരുന്ന് പഠിക്കേണ്ട കാര്യമുള്ളൂ. അപ്പോൾ എനിക്കതൊരു വലിയ ഡിഫറൻസ് ഫീൽ ചെയ്തു ഇപ്പം മറ്റ് സ്ഥാപനങ്ങളെ അപേക്ഷിച്ചിട്ട്. അത് തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഇവിടെ സേഫ്റ്റി ടെക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം കുറേ ക്വാളിറ്റിയുള്ള വാല്യുബിൾ ആയിട്ടുള്ള കുറേ കാര്യങ്ങളാണ് ഓരോ വ്യക്തിയും കൊടുക്കുന്നത്. അതായത് ഇപ്പോൾ ഒരു +2 കഴിയുമ്പോഴത്തേക്കും നമ്മൾ എന്താ പറയുക പല ആളുകളുടെയും ഒരു ഡിസിഷൻ എടുക്കേണ്ട പ്രോപ്പറായിട്ടുള്ളൊരു ഡിസിഷൻ എടുക്കേണ്ട ഒരു ടൈമാണെന്ന് പറയാറുണ്ട്. ആ സമയങ്ങളിൽ കുറഞ്ഞ സമയം കൊണ്ട് നല്ല ഒരു ഹൈ പൊസിഷനിലേക്ക് എത്താൻ പറ്റുന്ന ഒരു ഫീൽഡ് തന്നെയാണ് HSE ഫീൽഡ് എന്ന് പറയുന്നത്. അപ്പോൾ അത് മാത്രമല്ല നമ്മള് ഈ ഒരു മേഖല എന്ന് പറയുന്നത് ഒരു കാണാതെ പഠിച്ച് മനസ്സിലാക്കേണ്ട ഒരു വിഷയമല്ല. അതായത് സാഹചര്യത്തിനനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കേണ്ട മേഖലയാണ് സേഫ്റ്റി. അതാണ് ലിജേഷ് സാർ ആദ്യം പറഞ്ഞു, ഇറ്റ്സ് എ കോമൺ സെൻസ്. എന്താണോ മുന്നിൽ വരുന്നത് നമുക്കത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്താണ് സംഭവിക്കുന്നത്, എന്താണ് ആ സാഹചര്യത്തിൽ ഇപ്പൊ സംഭവിക്കാൻ പോകുന്നതെന്ന് മുൻകൂട്ടി ചിന്തിച്ച് അത് ഒഴിവാക്കാൻ, ആ അപകട സാധ്യതകൾ അല്ലെങ്കിൽ രോഗസാധ്യതകളൊക്കെ ഒഴിവാക്കാനായിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഒരു സേഫ്റ്റി പ്രൊഫഷണൽസിന്റെ ബേസിക് ആയിട്ടുള്ള നോളജ് വേണ്ടത്. അപ്പൊ തീർച്ചയായിട്ടും ഒരു സ്കിൽ ഓറിയന്റഡ് കോഴ്സ് ആണിത്. അതുകൊണ്ട് തന്നെ ഫിസിക്സ്, കെമിസ്ട്രി, ഇപ്പൊ കുട്ടികൾ പലപ്പോഴും എൻക്വയറി വിളിക്കുമ്പോൾ ചോദിക്കുന്നതാണ് ഇതിൽ ഏതൊക്കെ സബ്ജക്റ്റ് ആണ് എന്നുള്ളത്. ഇപ്പൊ മാത്സ് ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ പലരും പല കോഴ്സ് ഒഴിവാക്കും. നമ്മൾ 10ാം ക്ലാസ് വരെയൊക്കെ എങ്ങനെയാണ് അതൊക്കെ പഠിച്ചെടുത്തതെന്ന് ഇപ്പൊ ആലോചിക്കുമ്പോൾ അറിയാൻ പറ്റും. അപ്പൊ ഇത് അത്തരത്തിലൊരു വിഷയത്തിൽ അധിഷ്ഠിതമല്ല. ഇറ്റ്സ് എ കോമൺ സെൻസ്. കോമൺ ആയിട്ട് നമ്മളിപ്പോ ഈ പറയുന്ന പോലെ തന്നെയാണ് നമ്മളുടെ ക്ലാസ്സുകളിലും പറഞ്ഞ് മനസ്സിലാക്കുന്നത്. അതിന്റെ റീസൺ ഇതൊരു സ്കിൽ ഓറിയന്റഡ് കോഴ്സ് ആണെന്നുള്ളതാണ്. അപ്പം നിങ്ങളിപ്പം വേറെ ഏത് കോഴ്സുകൾ ചെയ്യുന്നു അല്ലെങ്കിൽ വേറെ ബിസിനസ് ചെയ്യുന്നു, അതിനോടൊപ്പം കുറച്ച് സമയം മാറ്റി വെച്ചാൽ എനിക്ക് തോന്നുന്നു ഓൺലൈനായിട്ട് നമുക്ക് ഈ ഒരു സ്കിൽ ഓറിയന്റഡ് സ്കില്ല് നമ്മുടെ കയ്യിലിരിക്കുകയാണ്. ജീവിതത്തിൽ പ്ലാൻ എയോടൊപ്പം പ്ലാൻ ബിയും ഉണ്ടാകണം എന്ന് പറഞ്ഞ പോലെ ഏതെങ്കിലും തരത്തിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മേഖലയ്ക്ക് ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ഇതെടുത്ത് നമുക്ക് ലൈഫിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. കാരണം ഇനിയുള്ള കാലത്ത് അതൊക്കെ വേണ്ടി വരും. കാരണം നമുക്ക് അറിയില്ല എന്താണ് ഈ ഒരു സോഷ്യലിയൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. അപ്പൊ ഒറ്റ മാസം അതിപ്പോ നമ്മൾ ഫ്രീ ആയിട്ടുള്ളവരാണെങ്കിലും വേറെ മേഖലയിലുള്ളവരാണെങ്കിലും
ഒരു ആഡ് ഓൺ ബെനിഫിറ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അത് നമ്മൾ ഈ പറയുന്ന രീതിയിൽ മനസ്സിലാക്കാൻ പറ്റുന്ന, കോമൺ സെൻസ് ഉള്ള ഒരാൾക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന, ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന മേഖലയാണ് HSC എന്ന് പറയുന്നത്. ഇപ്പോൾ രണ്ട് എക്സ്പെർട്ട് ആയിട്ടുള്ള വ്യക്തികളോട് സംസാരിച്ചു. നമുക്ക് ഇനി നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരു വ്യക്തിയുണ്ട്. അപ്പോൾ അനാമിം ആൻഡ്രോസ്. അപ്പോൾ ഡിപ്ലോമ കംപ്ലീറ്റ് ചെയ്തു, ഫയർ ആൻഡ് സേഫ്റ്റി ഡിപ്ലോമ. കൂടുതലും സ്ത്രീകൾ ഇതിലേക്ക് വരില്ല എന്നൊക്കെ പലരും പറയാറുണ്ട്. അതെ. അപ്പൊ ആ ഒരു ഫീൽഡിൽ വന്നു 1 വർഷത്തെ ഡിപ്ലോമ ഒക്കെ കംപ്ലീറ്റ് ചെയ്തതാ ഇപ്പോൾ HSC ട്രെയിനറായിട്ട് സേഫ്റ്റി ടെക്കിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വന്ന് അല്ലെങ്കിൽ ഈ ഒരു ജേർണിയിൽ എന്താണ് സേഫ്റ്റി ടെക് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിനെ കുറിച്ച് പറയാനുള്ളത്? ഫസ്റ്റ് ഓഫ് ഓൾ സെയ്ദ് ആദ്യം പറഞ്ഞ പോലെ തന്നെ ഞാൻ 1 ഇയർ കംപ്ലീറ്റ് ചെയ്തപ്പോൾ എല്ലാവരും 1 ഇയർ പഠിച്ചു എല്ലാം അറിയാം, പക്ഷെ ഒന്നും അറിയില്ല. പേഴ്സണലി പറയുകയാണെങ്കിൽ എനിക്കൊന്നും അറിയില്ല. കാരണം ഇവിടെ വന്ന് ഒരു 1 മന്ത് കംപ്ലീറ്റ് ചെയ്തപ്പോ ഇവിടെ പഠിച്ച സ്റ്റുഡന്റ് ചെയ്തതാ. ഞാൻ ഈ ഫയർ ആൻഡ് സേഫ്റ്റി 1 ഇയർ കഴിഞ്ഞ് എങ്ങും വർക്കൊന്നും കയറാൻ പറ്റാണ്ടായപ്പോൾ ആണ് ഞാൻ ഇവിടുത്തെ കോഴ്സിനെ പറ്റി അറിയുന്നത്. ഞാൻ പല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എൻക്വയറി എടുത്തിട്ടുള്ള ഒരാളാണ്. പേഴ്സണലി പറയുകയാണെങ്കിൽ എന്നോട് എല്ലാവരും പറഞ്ഞത് നെബോഷ് ട്രൈ ചെയ്യുന്ന, നെബോഷ് ഡിപ്ലോമ ഉള്ള നെബോഷ് എടുക്കുന്നത്. പക്ഷെ എൻ്റെ ഒരു ഡിഫറെൻ്റ് ആയിട്ട് എന്നോട് പറഞ്ഞത് വർക്ക് അറിയാതെ നെബോഷ് എടുക്കരുത് എന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ ചെറിയ ചേഞ്ച് എനിക്ക് മനസ്സിലായി. ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് എല്ലാം വെച്ച് നോക്കുമ്പോൾ സേഫ്റ്റി ടെക് ഇച്ചിരി ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്നു. സോ ഞാൻ ഡയറക്റ്റ് വന്ന് എൻക്വയറി എടുത്ത് 1 മന്ത് ഞാൻ ഓഫ്ലൈൻ ആയിട്ട് 1 മന്ത് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത ഒരാളാണ്. എനിക്ക് തോന്നുന്നു മാത്രമാണ് ഒരു ലേഡി ഉണ്ടായിരുന്നില്ല. എൻ്റെ കൂടെ പഠിച്ചത് മിക്കവരും ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്, പുറത്തും ഇന്ത്യയിലാണെങ്കിലും പുറത്തൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ പഠിച്ച ഒരു സ്റ്റുഡൻറ്റിനെ പഠിച്ച് വെറുതെ ഇറക്കി വിടുന്നതല്ല, അവർക്ക് വേണ്ട ഫിസിക്കലി ഓക്കെ മെന്റലി എന്തും സപ്പോർട്ടും ഇപ്പോഴും ചെയ്തു തരുന്നുണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വർക്ക് ചെയ്യുന്ന ഒരാളും കൂടെ ആയതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റും, ഇവിടെ പഠിച്ച് ജോലി കയറിയ ഒരു ആളായതുകൊണ്ട് എനിക്ക് എന്തുകൊണ്ടും ആരോടും ഷെയർ ചെയ്യാൻ പറ്റും ഇതെന്തോരം സേഫ്റ്റി ടെക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നു. അത്രയും സപ്പോർട്ടീവായിട്ടാണ് ഇവിടുത്തെ ഓരോ സ്റ്റുഡൻസിനെയും അവർ സപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളോട് പറയാം സേഫ്റ്റി ടെക് തന്നെയാണ്. ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ച് നോക്കുമ്പോൾ സേഫ്റ്റി ടെക് തന്നെയാണ് ബെസ്റ്റ്. അത്രയും സപ്പോർട്ടീവായിട്ട് തന്നെയാണ് ഇപ്പോഴും 35 ഇയേഴ്സ് ആയിട്ടും ഇപ്പോഴും ഒരു ബ്രേക്ക് പോലും, കോവിഡ് ടൈമിൽ പോലും ഒരു ബ്രേക്ക് പോലും വരാതെ ഓൺലൈൻ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഒരു മാർച്ച് 15-ാം തീയതിയാണ് നമ്മൾ ലോക്ക്ഡൌൺ പ്രഖ്യാപിക്കുന്നത്. അപ്പൊ ആ സമയത്ത് ഇവിടെ ഓൾറെഡി ബാച്ച് നടന്നുകൊണ്ടിരുന്നു. അപ്പം നമ്മളും എന്ത് ചെയ്യണം എന്നറിയാതെ ഒരു നിമിഷം ഒന്ന് ഇപ്പം സാറും എല്ലാവരും ഒന്ന് പകച്ചു പോയെങ്കിലും കുട്ടികളുടെ ആവശ്യപ്രകാരം കുട്ടികൾ പറഞ്ഞു ഞങ്ങൾ വീട്ടിലിരുന്ന് പഠിച്ചോളാം, ഞങ്ങളെ പഠിപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞ് ആ ബാച്ചിലെ കുട്ടികളുടെ നിർബന്ധപ്രകാരമാണ് നമ്മൾ അതൊരു വലിയൊരു ഒരു മാറ്റത്തിന് തുടക്കമായി. ഓൺലൈനിലൂടെയും ഇത് പറ്റും എന്ന് നമുക്കും കുട്ടികൾക്കും ഓൺലൈൻ മാത്രമല്ലാതെ നമുക്ക് ലോകത്തിന്റെ എവിടെ ഇരുന്നും, അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, നമ്മൾ കുറച്ച് സമയം ഒന്ന് മാറ്റി വെച്ചാൽ മതി. നമ്മൾ എന്തെങ്കിലുമൊക്കെ ത്യജിക്കാതെ ഒന്നും നേടാൻ പറ്റില്ലല്ലോ. അപ്പം നമ്മുടെ 24 അവേഴ്സിൽ കുറച്ച് സമയം ഒന്ന് മാറ്റി വെച്ചാൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു ട്രേഡ് നമ്മുടെ കയ്യിലിരിക്കും. അത് ജീവിതത്തിൽ ചിലപ്പോൾ മുന്നോട്ടുള്ള യാത്രയിൽ എപ്പോഴെങ്കിലും അത് നമുക്ക് പ്രയോജനപ്പെടും. അതെ. പിന്നെ ലേഡീസിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പൊ മാമും എനിക്കൊന്ന് നെഗോഷ്യൊക്കെ കംപ്ലീറ്റഡ് ആയിട്ട് തീർച്ചയായിട്ടും അതെ. ഇപ്പൊ ലേഡീസ് ഈ ഒരു ഫീൽഡിലേക്ക് വരുന്നതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? അതായത് മൊത്തത്തിലൊരു ധാരണ സേഫ്റ്റി മേഖല എന്ന് പറയുമ്പോൾ ഈ ഹെൽമെറ്റ് ഒക്കെ വെച്ച് സൈറ്റിൽ നിൽക്കുന്ന ഒരു അല്ലെങ്കിൽ ഫയർ ആൻഡ് സേഫ്റ്റി അങ്ങനത്തെ ഒരു ധാരണയാണ്. അതുകൊണ്ട് തന്നെ പെൺകുട്ടികളെ ഇതിലേക്ക് പ്രൊമോട്ട് ചെയ്യുന്നില്ല പേരൻസ്. കാരണം അതിന് പറ്റിയതല്ല, ജോലി സാധ്യത കുറവാണെന്നൊക്കെയാണ്. എങ്കിലും എൻ്റെ ഈ ഒരു 10-15 വർഷക്കാലം ഈ സ്ഥാപനവുമായി ചേർന്ന് പ്രവർത്തിച്ചതിൽ നിന്നും ഒരു 4-5ഓളം പെൺകുട്ടികൾ ഇവിടെ പഠിച്ചവര് വളരെ ഹൈ ലെവലിൽ ട്രെയിനിങ് ലെവലിൽ സേഫ്റ്റി ട്രെയിനറായിട്ട് പുറം രാജ്യങ്ങളിൽ വർക്ക് ചെയ്യുന്ന പെൺകുട്ടികളുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 1.5 ഒക്കെ സ്റ്റാർട്ടിങ് സാലറി വാങ്ങിയ കുട്ടികൾ. അവരും കാലിബർ ഉള്ളവരാണ്. എങ്കിലും എന്തുകൊണ്ട് സ്ത്രീകൾക്കും കടന്നു വരാൻ പറ്റുന്ന മേഖല തന്നെയാണ്. അതെ ബാംഗ്ലൂര് അതെ. അത് ഞങ്ങളും സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി. കാരണം ആള് +2 മാത്രമാണ് അക്കാദമിക് ക്വാളിഫിക്കേഷൻ ഉള്ളത്. അങ്ങനെ ഇനി എന്ത് ചെയ്യണം എന്നറിയാത്തൊരു സാഹചര്യത്തിലാണ് നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്നത്. അപ്പം ആ കുട്ടിയും കുറച്ച് ഈ വേറിട്ട് ചിന്തിക്കുന്ന പെൺകുട്ടികളാണ് ഇതിലേക്ക് കൂടുതൽ വരുന്നത്. അപ്പം പിന്നെ അവരുടെ പേരൻസിന്റെ സപ്പോർട്ടും വേണം, ഒറ്റയ്ക്ക് തീരുമാനം എടുക്കാൻ പറ്റില്ല. അപ്പൊ അവരും പേരൻസും വളരെ സപ്പോർട്ടീവ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു നമ്മളിവിടെ ജെൻസിനാണ് ഹോസ്റ്റൽ പ്രൊവൈഡ് ചെയ്യുന്നത്. എങ്കിൽ പോലും അവര് PG ഒക്കെ എടുത്ത് ഒരു മാസക്കാലം ഇവിടെ നിന്ന് പഠിച്ച് ഒരു 2 മാസം കഴിഞ്ഞപ്പോഴേക്കും കുറച്ചൊരു ബുദ്ധിമുട്ട് വന്നു. കാരണം ഒരു പെൺകുട്ടി എന്ന് പറയുമ്പോൾ എല്ലായിടത്തും നമ്മളെ അക്കോമഡേറ്റ് ചെയ്യില്ലല്ലോ. അവർക്ക് ചില കമ്പനികൾക്ക് അതിന്റെ ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷെ കുട്ടി അവളുടെ നാടും ബാംഗ്ലൂരാണ്. അവിടെ തന്നെ വീട്ടിൽ നിന്ന് പോയി വരാവുന്ന ദൂരത്തിൽ 35+
സാലറിയിൽ പ്ലേസ്ഡ് ആയി എന്നുള്ളതും വലിയൊരു സന്തോഷകരമായ വാർത്തയാണ്. ഇപ്പം നമുക്കറിയാം സ്ത്രീകളും ഏത് മേഖലയിലേക്കും പുരുഷന്മാരോടൊപ്പം തന്നെ കടന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈ മേഖലയും അവർക്കും ഒരു ബെറ്റർ ചോയ്സ് ആയിരിക്കും. അതെ, കാരണം ഇപ്പോൾ ഞാൻ തന്നെ പലപ്പോഴും കേട്ടിട്ടുണ്ട്, ഇപ്പോൾ ലേഡീസ്, ഞാനും എനിക്ക് അറിവില്ലായ്മ കൊണ്ടാണ് ഞാനും മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ എന്റെ ഫ്രണ്ട്സ് ഒക്കെ നോക്കിയപ്പോഴും ഇവിടെ ഫയർ ആൻഡ് സേഫ്റ്റി എങ്ങനെയുണ്ട്, ഞാൻ പറഞ്ഞത് അത് ആൺപിള്ളേർക്കുള്ളതാണ്. കാരണം നമ്മളുടെ ചിന്താഗതി അങ്ങനെ ആയിരുന്നു, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായി ഇത് അങ്ങനെ സമൂഹം ചിന്തിക്കുന്നത് പോലത്തെ ഉള്ള വലിയൊരു കഷ്ടപ്പാടുള്ള അല്ലെങ്കിൽ അതിനുള്ള ജോലിയല്ല, അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടുള്ള ജോലിയല്ല. ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ ഫയർ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ പണികളൊന്നും അല്ല. പേപ്പർ വർക്കുകളാണ് വരുന്നത്. പിന്നെ ട്രെയിനിങ് കൊടുക്കുക, അത് തീർച്ചയായിട്ടും എഞ്ചിനീയർ ഒക്കെ ആയിട്ട് എത്രയോ ലേഡീസ് ഉണ്ട്. അതൊക്കെ സ്വാഭാവികം, എല്ലാവർക്കും മനസ്സിലാവാം എഞ്ചിനീയർ ആണ്, കുഴപ്പമില്ല. അതേപോലെയുള്ള അതേ സെയിം പൊസിഷൻ അറിയില്ല ആർക്കും ഫയർ ആൻഡ് സേഫ്റ്റിയും ഇതും തമ്മിൽ ഡിഫറൻസ് ഡിഫറൻസ്. എൻക്വയറീസ് വരുമ്പോ കൂടുതലും പേര് ചോദിക്കുന്നത് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സ് ആണോ, അല്ലെന്ന് പറയുമ്പോ പിന്നെ എന്താ അറിയില്ല, പാരന്റ്സിന് അറിയില്ല അതിനെപ്പറ്റി എന്താണെന്ന്. ഇപ്പൊ രണ്ടും അവയർനെസ് ആണ് എനിക്ക് തോന്നുന്നു ഇപ്പൊ നമ്മൾ നൽകേണ്ടത്. അപ്പൊ നമ്മളിവിടെ ഇടയ്ക്കിടയ്ക്ക് അതുകൊണ്ട് തന്നെ ഓൺലൈൻ വെബിനാറുകളൊക്കെ കണ്ടക്ട് ചെയ്യാറുണ്ട്, ഇതൊന്ന് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി. ഏപ്രിൽ വരുന്നുണ്ട് വെക്കേഷൻ ബേസിൽ. കാരണം ഈ വെക്കേഷൻ സമയം വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം 2 മാസക്കാലം നമ്മൾ ഒരിക്കലും വെറുതെ കളയാതെ എന്തെങ്കിലുമൊക്കെ ഇതേപോലെയുള്ള കാര്യങ്ങൾ പഠിച്ചെടുത്താൽ, ഞാൻ പറഞ്ഞു 1 മാസമേ ഉള്ളൂ, 1 മാസം കൊണ്ട് ഒരു ട്രേഡ് കയ്യിലിരിക്കുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം നഷ്ടപ്പെട്ടതിന് ശേഷം മാത്രം വില മനസ്സിലാക്കുന്ന 2 കാര്യങ്ങളിൽ ഒന്നാണ് സമയം. അപ്പം അത് പാഴാക്കാതെ നമ്മൾ വെക്കേഷനൊക്കെ ഒന്ന് യൂസ്ഫുൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മേഖല കൂടിയാണ് ഈ ഒരു HSC എന്ന് പറയുന്നത്.